അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനം ചെമ്മന്തോട്ടെ സെൻറ് ജോർജ് ഹൈസ്കൂളിൽ പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും സഹകരണത്തോടെ സമുചിതമായി ആഘോഷിച്ചു. YMCA, സീനിയർ ചേംബർ, മുക്തിശ്രീ, മദ്യവിരുദ്ധ സമിതി, മാതൃവേദി, AKCC എന്നീ സംഘടനകളുടെ പ്രവർത്തകരും വ്യാപാരി വ്യവസായികൾ, ഡ്രൈവർമാർ എന്നിവരും ലഹരിവിരുദ്ധ ദിനത്തിലെ വിവിധ പരിപാടികളിൽ പങ്കാളികളായി. ലഹരിവിരുദ്ധ സമൂഹം നമ്മുടെ ലക്ഷ്യം എന്ന തീം ഉൾക്കൊണ്ടുകൊണ്ട് ലഹരിവിരുദ്ധ റാലി, മനുഷ്യചങ്ങല, സംഗീതശില്പം, ലഹരിവിരുദ്ധ സന്ദേശം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ലഹരിവിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ പ്ലക്കാർഡുമായാണ് നിരവധി വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തത്. ലഹരിയോട് ഇനി വേണ്ട എന്ന ആഹ്വാനവുമായി സെന്റ് ജോർജ് ഹൈസ്കൂളും ചെമ്മന്തോട്ടിയിലെ പൗരാവലിയും ഒന്നിച്ചു ചേർന്ന് ലഹരി വിരുദ്ധ ദിനാഘോഷം ഇന്ന് സെന്റ് ജോർജ് ഹൈസ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മനുഷ്യ ചങ്ങലയിൽ അണിചേരുന്ന ചെമ്പന്തോട്ടിയിലെ വിവിധ സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെയും ഒപ്പം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിലും പ്രവർത്തനങ്ങളിലും നമുക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീകണ്ഠാപുരം എക്സൈസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ ഈ മനുഷ്യചങ്ങല തീർത്തുകൊണ്ട് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കൗൺസിലർ ഝാൻസി കൊല്ലമന പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ ശ്രീമതി ഝാൻസി ചൊല്ലിക്കൊടുത്തു. കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും മാതൃകയാകുന്ന പൗരനായി ജീവിക്കുവാൻ പരിശ്രമിക്കും. ലഹരിയില്ലാത്ത യുവത്വം, സുരക്ഷിതമായ നാളെ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ, പ്രതിജ്ഞ, പ്രതിജ്ഞ. ഹെഡ് മിസ്ട്രസ് മജി മാത്യു സ്വാഗതം പറഞ്ഞു. സീനിയർ അസിസ്റ്റന്റ് ജോയ് സക്കറിയാസ്, മറ്റ് അധ്യാപകർ, അനധ്യാപകർ, PTA ഭാരവാഹികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു തീമഴ
മിഴികളിൽ ബോധമറ്റു നിങ്ങളൊരു പൂവായി വിരിഞ്ഞു നിന്നു വിറയ്ക്കാത്ത കൈകളാൽ കണ്ടൊടിച്ചു അച്ഛനൊരു പ്രതിയോഗിയായി നിന്നു കാട്ടാള നീതിയിൽ തീർപ്പു നൽകി തൊട്ടിൽ കാറ്റായ കയ്യറുത്തു മാറു പിളർത്തി തല തകർത്തു ആനന്റെ പാതിയിൽ ചോരത്തുടർച്ചയിൽ ഉന്മാദ നൃത്തം ചവിട്ടിയാടി കനിവിന്റെ പുഴവറ്റി ക്രൗര്യമുൾ പൊട്ടി കനവറ്റ കൗമാര യൗവനങ്ങൾ സർവനാശത്തിന്റെ സംഹാര കാഴ്ചയായി ശ്രീകണ്ഠപുരം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജോബി ജോസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. എല്ലാവർക്കും എന്താ ലഹരി എന്നറിയാമോ? കുട്ടികൾക്കാർക്ക് ലഹരി എന്താണെന്നറിയാമോ? നിങ്ങൾ ആൻസർ പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ അങ്കമാലി ചെന്ന് പറയും. എന്താ ലഹരി എന്നാരെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ഒരു അച്ഛനും മകനും, നമുക്ക് ഒരു ബീച്ച് തന്നെ എടുക്കാം. ഒരു അച്ഛനും മകനും ബീച്ചിലൂടെ തന്നെ പോവുകയായിരുന്നു. അപ്പൊ മകൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ എല്ലാവരും പട്ടം പറത്തുന്നുണ്ട്, എനിക്കും ഒരു പട്ടം വേണമെന്ന് പറയും. അച്ഛൻ സന്തോഷത്തോടെ ആ പട്ടം ആ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കും. കുട്ടി ആ പട്ടം പറത്തും. പട്ടം പറത്തി കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നൂല് തീർന്നു പോകും. നൂല് തീർന്നു പോകുമ്പോൾ കുട്ടി അച്ഛനോട് പറയും, അച്ഛ ഈ നൂല് ഞാൻ പൊട്ടുകയാണ്, നൂല് പൊട്ടിച്ചാൽ ഇനിയും പട്ടം കുറെ ഉയരത്തിൽ പറക്കും എന്ന് പറയും. അച്ഛൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി ഈ നൂല് പൊട്ടിച്ചു. ഈ നൂല് പൊട്ടിച്ചാൽ എന്ത് പറ്റും? പട്ടത്തിന്റെ പറന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഈ പട്ടം പറന്നു. ഈ പട്ടം മേളിലേക്ക് ഉയരങ്ങളിലേക്ക് പറന്നുപോയി. അതിനുശേഷം കുറെ ഉയരങ്ങളിലേക്ക് പറന്നു പോയപ്പോ എന്ത് പറ്റി? ഇതൊരു കെട്ടിടത്തിൽ ഇടിച്ച് താഴെ വീണു. കുട്ടി കരഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു, അച്ഛൻ എൻ്റെ പട്ടം പോയി. അപ്പൊ അച്ഛൻ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നൂലിലായിരുന്നു, ഈ ചെറിയ നൂലിലായിരുന്നു നിന്റെ ഈ പട്ടത്തിന്റെ കൺട്രോൾ. ഈ പട്ടത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് ഈ ചെറിയ നൂലിലായിരുന്നു. അപ്പൊ നമ്മുടെ മാതാപിതാക്കളും ഇപ്പൊ അധ്യാപകരും നിങ്ങളെ ചെറിയ കാര്യങ്ങളൊക്കെ ശിക്ഷിക്കും, ചെറിയൊരു കൺട്രോളൊക്കെ വരുത്തും. അപ്പൊ അതിലാരും പരിഭവം ഒന്നും വിചാരിക്കരുത്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ പല ലഹരിയുടെ ചതിക്കിടയിൽ വീഴാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നെല്ലാം മാറ്റാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അധ്യാപകരായാലും പാരന്റ്സ് ആയാലും നിങ്ങൾ ചില കാര്യങ്ങൾക്ക് കൺട്രോൾ ചെയ്യുന്നത്. ചിത്രകലാധ്യാപകനായ ശ്രീ എം ശ്രീനിവാസൻ തയ്യാർ ചെയ്ത ലഹരി വിരുദ്ധ പോസ്റ്റർ എക്സൈസ് ഇൻസ്പെക്ടർ ജോബി ജോസ്, കൗൺസിലർ ചാൻസി കൊലമനിക്കും വിവിധ സംഘടനാ പ്രതിനിധികളായ സജി അടവിച്ചിറ YMCA, PC ജോസ് മാത്തുക്കുട്ടി കരോട്ട് സീനിയർ ചേംബർ, ജോയി കരിമ്പമാലിൽ AKCC, സോയ് ജോസഫ് PTA, അനിൽ വർഗീസ് പൂർവ്വ വിദ്യാർത്ഥി, സിസ്റ്റർ മരിയറ്റ് എന്നിവർക്കും കൈമാറി പ്രകാശനം ചെയ്തു. ആരോഗ്യകരമായ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങളിൽ കാതുതിരുന്ന ലഹരി നമുക്ക് വെറുക്കാം. രാത്രിയുടെ അന്ത്യയാമങ്ങളിലും വഴിക്കണ്ണുമായൊരമ്മയിരിക്കുന്നു. പുലർക്കാലെ പോയ മകനെ കാത്തിരിക്കുന്നു. ഒരമ്മയുടെ കണ്ണിൽ ഉറക്കച്ചടവല്ല, വീഥിയുടെ കടലാഴങ്ങളലയടിക്കുന്നു. കരളു കത്തി മരിക്കുവാൻ മാത്രമായി ജന്മം നൽകിയ പുത്ര നീ ഓർക്കുക. നൈമിഷികങ്ങളാം സുഖങ്ങൾ ഓർത്തു നീ നഷ്ടമാക്കുന്നു നല്ല ജന്മങ്ങൾ. PTA പ്രസിഡന്റും മുൻ ഹെഡ്മാസ്റ്ററുമായ സോയ് ജോസഫ് പുറവക്കാട്ട് ചടങ്ങിന് നന്ദി പറഞ്ഞു. ലഹരിയുടെ ചതിക്കുഴികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ലഹരി ഉപയോഗം മൂലം ജീവിതം കൈവിട്ടുപോയ അനേകം ചെറുപ്പക്കാരുടെ കഥകൾ നമുക്കറിയാം. ഈ സമൂഹത്തെ ലഹരിയിൽ നിന്നും രക്ഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് കേരളം സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ലഹരിയുടെ നിർമ്മാണം, വിതരണം, വ്യാപനം, വിൽപ്പന, ഉപയോഗം ഇവയൊക്കെ ഇല്ലാതാക്കാനാണ് ഓപ്പറേഷൻ തൂഫാൻ ലക്ഷ്യമിടുന്നത്. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ പങ്കെടുത്തും ലഹരിയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ അധികൃതരുമായി പങ്കുവച്ചും നിങ്ങൾക്കും ഒരു തൂഫാൻ വാരിയർ ആകാവുന്നതാണ്. വേൾഡ് ഡ്രഗ് പ്രോബ്ലം, പേഴ്സിസ്റ്റിംഗ് ഇഷ്യൂസ്, ന്യൂ ചലഞ്ചസ്, ഇന്നോവേറ്റീവ് റെസ്പോൺസസ് എന്നതാണ് 2026 ഇൻ്റർനാഷണൽ ആൻറ്റി ഡ്രഗ് ഡേയുടെ മോട്ടോ. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു സമൂഹത്തിന് വേണ്ടി ലഹരി ഇല്ലായ്മ ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ജീവിതം തന്നെ ഒരു ലഹരിയല്ലേ?
സംഗീതം, സാഹിത്യം, അറിവ്, യാത്ര, സൗഹൃദങ്ങൾ എന്നിവയൊക്കെ തരുന്ന ലഹരിയോടും വരില്ലല്ലോ മറ്റൊന്നും. ഈ തലമുറയുടെയും ഭാവി തലമുറയുടെയും സന്തോഷവും സമാധാനവും സാമൂഹികമായ സുരക്ഷിതത്വവും നിലനിർത്താൻ നമുക്ക് ലഹരിയോട് നോ പറഞ്ഞേ മതിയാവൂ. സേ നോ ടു ഡ്രഗ്സ്. വേരിൽ വിഷം കുത്തി താഴെ